എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫിയുടെ ഫ്ലേവറുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് ചേച്ചിയുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് ഞാൻ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്കും അതുപോലെ തന്നെ ട്രൈ ചെയ്യുക. 100% സക്സസ് ആവുന്ന ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇവിടെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രമാണ്. എന്നിട്ട് അതിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുകയാണ്. ഒരുപാടൊന്നും തടവരുത്, കേക്ക് മൊരിഞ്ഞു. എന്നിട്ട് നമുക്കിതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കോഫി കേക്കിനുള്ള കോഫി റെഡിയാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പിലും കുറച്ച് താഴെ ഒരു 1/3 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കോഫിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 2 ടീസ്പൂണാണ് ചേർത്തത്. എന്നിട്ട് നമ്മുടെ കോഫി റെഡിയാക്കിയിട്ട് അതും മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് മിക്സിയുടെ മീഡിയം സൈസുള്ള ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. അതുപോലെ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം കേട്ടോ. ഒട്ടും വെള്ളം നനവൊന്നും പാടില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ, ആ ഒരു പൗഡർ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ കുത്ത് വരും കേക്കിൽ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉരുക്കിയിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ക്രീം പോലെ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ ആ മിക്സ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഞാൻ ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടി വേണ്ടാന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തു. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തോളൂ. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ അത് ഇതിലേക്ക് ചേർത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് ചെയ്യാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരേ സൈഡിലേക്ക് ഇളക്കണം കേട്ടോ. ആ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്യുക കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫിയില്ലേ, അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരേ ഡയറക്ഷനിൽ പതുക്കെ മിക്സ് ചെയ്യുക. കോഫി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം, കുറേശ്ശെയായിട്ടിട്ട്. ലൂസ് ആവരുത് മാവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരാം. അപ്പോൾ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പതുക്കെ ഒഴിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ. മുട്ടയുടെ സ്മെല്ലില്ലാണ്ടിരിക്കാനും കേക്ക് നന്നായിട്ട് പൊന്തി വരാനൊക്കെ വിനാഗിരി ചേർക്കുന്നത് നല്ലതാണേ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ കേക്ക് പൊട്ടിയൊക്കെ വരും. അതുകൊണ്ട് പാകത്തിന് മാത്രം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രമല്ലേ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. എല്ലാ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം തന്നെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു സ്ക്യൂർ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടക്കോല ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്താൽ മതി. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഫുള്ള് പോയി കിട്ടും. നല്ല നീറ്റായിട്ട് കേക്കിൻ്റെ ഉൾഭാഗം കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് മൂടിയിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടായിട്ടുള്ള പാത്രത്തിലേക്കാണ് നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ഒരു പാത്രം വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറോ അല്ലെങ്കിൽ ഏത് പാത്രമാണോ ഉപയോഗിക്കാറെന്ന് വെച്ചാൽ അത് എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്, ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട്. എനിക്ക് എന്തായാലും ഒരു 40 മിനിറ്റിൽ കേക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 30-35 ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ കേട്ടോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിൻ്റെ വല്ലാത്ത ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്കിതിനെ പുറത്തോട്ട് എടുക്കാം. കണ്ടില്ലേ, അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കോഫി കേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു കോഫിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ, നല്ലോണം കോഫിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ,
നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒട്ടും തന്നെ എയർ ഹോൾസ് ഒന്നും വരാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഈ വീഡിയോനെ ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റിലൂടെ ചോദിക്കുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും പ്രാർത്ഥനാസ് മാജിക് കിച്ചണും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്